ഒരു അമേരിക്കൻ ജയിലിൽ ഒരു വിചിത്രമായ നിയമമുണ്ടായിരുന്നു. ഒരു തടവുകാരൻ ടോയ്ലറ്റിൽ പോകാനായി കുറ്റിച്ചെടികളുടെ അടുത്തേക്ക് പോകുമ്പോൾ അടുത്തുള്ള ഒരു കൊമ്പ് കുലുക്കിക്കൊണ്ടിരിക്കണം. കൊമ്പ് ഏതാനും നിമിഷങ്ങൾ അനങ്ങാതെ നിന്നാൽ ദൂരെ നിൽക്കുന്ന ഒരു കാവൽക്കാരൻ ഒരു ചോദ്യവും ചോദിക്കാതെ ഷോട്ട്ഗൺ ഉപയോഗിച്ച് വെടിവെക്കുമായിരുന്നു. ഇത് കണ്ട് തടവുകാർ ഭയപ്പെട്ടു. കുറ്റിച്ചെടികൾക്ക് പിന്നിലൊന്നും കാണാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. ഇത് മുതലെടുത്ത് ഒരു തടവുകാരൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു. അവൻ പതിയെ കൊമ്പ് കുലുക്കിക്കൊണ്ടിരുന്നു. എന്നിട്ടൊരു കയർ ഉപയോഗിച്ച് കെട്ടി അത് തനിയെ അനങ്ങിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ പതിയെ പുറത്തേക്ക് മാറി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊമ്പ് പെട്ടെന്ന് നിന്നുപോയി. കാവൽക്കാരന് സംശയമായി. അയാൾ വീണ്ടും വെടിവെച്ചു. ഇത്തവണ കുറ്റിച്ചെടികൾക്കുള്ളിൽ നിന്ന് ശബ്ദമൊന്നും ഉണ്ടായില്ല. അയാൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കൊമ്പിൽ കെട്ടിയ ഒരു വെള്ളക്കയർ കാട്ടിലേക്ക് പോകുന്നത് കണ്ടു. യഥാർത്ഥ തടവുകാരൻ രക്ഷപ്പെട്ടിരുന്നു. നായകൾക്ക് അവന്റെ മണം പിടിക്കാതിരിക്കാൻ അവൻ വഴിയിൽ മുളകുപൊടി വിതറി. എന്നിട്ട് കാലിലെ ചങ്ങലകൾ ഒരു കോടാലി കൊണ്ട് മുറിച്ചുമാറ്റിയിരുന്നു. താമസിയാതെ ഒരു വലിയ പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി. പക്ഷേ മുളകിന്റെ രൂക്ഷഗന്ധം കാരണം നായകൾക്ക് തുമ്മാനും കുരയ്ക്കാനും മാത്രമേ കഴിഞ്ഞുള്ളൂ. അതേസമയം രക്ഷപ്പെട്ടയാൾ ദൂരം പോയിരുന്നു. പക്ഷേ രക്ഷപ്പെടുന്നത് എളുപ്പമല്ലെന്ന് അവനറിയാമായിരുന്നു. ജയിൽ അധികൃതർ കടുത്ത ദേഷ്യത്തിലായിരുന്നു. അവർ വിശ്രമിക്കാൻ പോലും നിരസിച്ചു. പിന്നെ അവനൊരു വേലിക്കടുത്തെത്തി തന്റെ മണം കിട്ടാതെ ഇരിക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ തുടങ്ങി. നായകൾക്ക് ആശയക്കുഴപ്പമായി. ചിലതിന് പരിക്കേറ്റു. ഒന്ന് ചത്തുപോവുക പോലും ചെയ്തു. എല്ലാവരും തിരിച്ചെത്തിയപ്പോൾ ഒരു കാവൽക്കാരൻ ഒരു നായയുടെ ശവം മാത്രം കൈകളിൽ ചുമന്നുകൊണ്ടുവരികയായിരുന്നു. അവന്റെ കണ്ണുകൾ കോപം കൊണ്ട് നിറഞ്ഞിരുന്നു. രക്ഷപ്പെട്ട തടവുകാരൻ ചെയ്തത് അവന് മറക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ പത്രത്തിൽ ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടു. അതേ തടവുകാരൻ 2 സ്ത്രീകളോടൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം. ഒളിക്കുന്നതിന് പകരം അവൻ തന്റെ സ്വാതന്ത്ര്യം ലോകത്തിനു മുന്നിൽ പരസ്യമായി കാണിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെ വീണ്ടും പിടികൂടി. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരുന്നു.